Paper 2 question number 5 നോക്കാം. Let R denote the set of all real numbers. Consider polynomial function f defined from R to R defined by f of x is equal to 10th derivative of something പറഞ്ഞിരിക്കുകയാണ്. Here this is a 10th derivative അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ ഓപ്ഷൻസ് തന്നിരിക്കുക. Coefficient of x raised to 8 f of 1 plus f of minus 1 degree of the polynomial the constant term. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. കുറച്ച് ലെങ്തി ആയിരിക്കും ചിലപ്പോൾ. കാരണം എന്താ ഇവിടെ ഒരു പോളിനോമിയൽ തന്നിരിക്കുകയാണ്. ആ പി ഓഫ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റെസ്റ്റ് ടു 10 ആണ്. അത് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റെസ്റ്റ് ടു 10 ആണ്. ഇത് ആക്ച്വലി 10c0 പിന്നെ മൈനസ് 10c1 എക്സ് സ്ക്വയർ പ്ലസ് 10c2 എക്സ് റെസ്റ്റ് ടു 4 മൈനസ് 10c3 എക്സ് റെസ്റ്റ് ടു 6 ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഡിഗ്രി 20 ആണ്. പിന്നെ കോഎഫിഷ്യൻസുകൾ നോക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ അങ്ങനെ പോയി a20 എക്സ് റെസ്റ്റ് ടു 20 നമ്മൾ എഴുതുകയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓഡ് പവറുകൾ എടുത്തു കഴിഞ്ഞാൽ അതില്ല. അതായത് a1 a3 ഇതെല്ലാം എന്താണ് a5 ഇതെല്ലാം എന്താണ് സീറോസ് ആണ്. അതാണ് ഒരു കാര്യം. അത് മാത്രമല്ല a2k ഫോർമാറ്റിലുള്ള നമ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a2k എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10ck ഇൻറ്റു മൈനസ് 1 റെസ്റ്റ് ടു k ആണ് സംഭവം. ഫോർ k ഈസ് ഈക്വൽ ടു 0 to 10. അപ്പോൾ a0 മുതൽ a20 വരെയുള്ള കോഎഫിഷ്യൻസ് ഇങ്ങനെ കിട്ടുകയും ചെയ്യും നമുക്ക്. അതിലൊരു പ്രശ്നമില്ല. ഇനി ഇവർ പറഞ്ഞത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 8 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ. അപ്പോൾ ഈ പി ഓഫ് എക്സിനെ നമ്മൾ ശരിക്കും എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 10th ഡെറിവേറ്റീവ് ഓഫ് പി ഓഫ് എക്സ് ആണ്. 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ആ എ കെ എക്സ് റേസ് ടു കെ ഉള്ള ഒരു ടേം ഉണ്ടാവുമല്ലോ. അതായത് ആഫ്റ്റർ ഡിഫറൻഷിയേറ്റിംഗ് 10 ടൈംസ് ഇതിലെ പി ഓഫ് എക്സിലെ എ കെ എക്സ് റേസ് ടു കെ ടേം ഇൻ പി ഓഫ് എക്സ് ബിക്കംസ് എങ്ങനെയായിരിക്കും? ഇവിടെ എ കെ എക്സ് റേസ് ടു കെ എന്ന് പറയുമ്പോൾ അത് എ കെ ഇൻറ്റു കെ ഇൻറ്റു കെ മൈനസ് 1 ഇൻറ്റു അപ് ടു കെ മൈനസ് 9 ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് 10 ആയി മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? എ കെ ഇൻറ്റു ഇവിടെ നമുക്കിതിനെ കെ ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് 10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിലെ ക്യാച്ച്. അപ്പോൾ പി ഓഫ് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 10 ഫാക്ടോറിയൽ അല്ല വരാൻ പോണത്. കെ ഇൻറ്റു കെ മൈനസ് 1 ഇൻറ്റു അപ് ടു കെ മൈനസ് 9 ആണല്ലോ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് കെ മൈനസ് 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കെ മൈനസ് 10 ഫാക്ടോറിയൽ ആണ് വരാം കേട്ടോ. കെ മൈനസ് 10 ഫാക്ടോറിയൽ. കെ മൈനസ് 10 ഫാക്ടോറിയലിന് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കെയും കെ മൈനസ് 1 അപ് ടു കെ മൈനസ് 9 കൂടി ഉണ്ടെങ്കിൽ എന്തായി? അത് മൊത്തത്തിൽ കെ ഫാക്ടോറിയൽ ആവും. അപ്പം ഇങ്ങനെയാണ് വരാൻ പോണത്. 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ പോളിനോമിയലിലെ എ കെ എക്സ് റെസ്റ്റ് ടു കെ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. ഇനി ഓരോന്ന് നോക്കിക്കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റെസ്റ്റ് ടു 8 ഇൻ പി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിലെ എക്സ് ബാർ 8 കിട്ടണമെങ്കിൽ കെ വാല്യൂ എത്ര കൊടുക്കണം? 18 കൊടുത്തിട്ടുണ്ടാവണം. 18 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? അത് എ 18 ഇൻറ്റു 18 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ. ഇനി എ 18 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിൾ ആണ്. അതെന്തായിരിക്കും? എ 18 ഇസ് ആക്ച്വലി ഇതാ ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. 10c9 മൈനസ് 10c9 ആയിരിക്കും. മൈനസ് 10c9 ആയിരിക്കും. അതായത് മൈനസ് 10 ആയിരിക്കും. ഓക്കെ. അപ്പം മൈനസ് 10 ഇൻറ്റു 18 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ. സോ ഓപ്ഷൻ എ എന്താണ്? അത് കറക്റ്റാ, ഒരു പ്രശ്നമല്ല. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എഫ് എക്സ് ഇസ് 10. അതും ഭയങ്കര സിമ്പിളാ, ഒരു പ്രശ്നമല്ല. ഓപ്ഷൻ ഡിയും ഭയങ്കര എളുപ്പമാണ്. കാരണം കോൺസ്റ്റന്റ് ടേമിനെ കുറിച്ചാണ് പറയണത്. കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ എന്താവണം? 0 ആവണം. കെ വാല്യൂ എന്ത് കൊടുക്കണം? 10 വേണം. അപ്പോൾ a10 ഇൻറ്റു കെ വാല്യൂ 10 കൊടുക്കുമ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരാം. a10 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈനസ് 10c5 ഇൻറ്റു 10 ഫാക്ടോറിയൽ ആണ്. മൈനസ് 10c5 ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇവിടെ തന്നിരിക്കണം മൈനസ് 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ആണ്. വ്യത്യാസമുണ്ട്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ സാധനം എന്താണ്? തെറ്റാണ്. നമുക്ക് കിട്ടേണ്ടത് മൈനസ് 10 ഇൻറ്റു 10c5 എന്നാണ് കിട്ടുക. അത് തെറ്റാണ്. അതൊന്നും കുഴപ്പമില്ല.
ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ 2^11 ആണ്. അത് ചെയ്യാനൊരു വിഷമമില്ല. നമ്മളിപ്പോൾ തന്നിരിക്കണം എന്താ വെച്ചാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് മൈനസ് 1^10 ഇൻറ്റു സം എച്ച് ഓഫ് എക്സ് ഉണ്ട് കേട്ടോ. യുവർ എച്ച് ഓഫ് എക്സ് ഇസ് നത്തിങ് ബട്ട് എക്സ് പ്ലസ് 1^10 ആണ്. ഇനി നമ്മൾ ഇതിനെ 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സിന് 1 കൊടുക്കാൻ പോവാം. സോ ആഫ്റ്റർ differentiating and substituting x is equal to 1. Substituting x is equal to 1. ഇത് f of x അല്ല, സോറി p of x. അപ്പൊ നമുക്ക് കിട്ടാൻ പോണത് f of 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ബാക്കി ഉണ്ടാവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്റെ ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മൾ ഈ എക്സ് മൈനസ് 1^10 ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 1 കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ 1 കൊടുക്കാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ ബാക്കി വരുന്ന സാധനം വെച്ചാൽ 10 ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് ഓഫ് 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, 10 ഫാക്ടോറിയൽ എച്ച് ഓഫ് ബാക്കിയൊക്കെ എന്തായി പോയിണ്ടാവും, 0 ആയി പോയിണ്ടാവും. അപ്പൊ 10 ഫാക്ടോറിയൽ എച്ച് ഓഫ് 1 എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2^10 ആയിരിക്കും അത് വരിക. സിമ്പിൾ. ഇനി എഫ് ഓഫ് മൈനസ് 1 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 തന്നെയാണ്, കാരണം അത് ഈവൻ ഫംഗ്ഷൻ ആണ്. അത് 10 ഫാക്ടോറിയൽ ഇൻറ്റു 2^10 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2 × 2^10 എന്ന് പറയുമ്പോൾ 2^11. അപ്പൊ ബോക്സ് കറക്റ്റാ. അപ്പൊ ABC ആണ് അതിലെ റൈറ്റ് ആൻസേഴ്സ്.